ഇന്നത്തെ റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് അമേരിക്കൻ മേഡ് വേഴ്സസ് ഫയർ 6 ഇവർക്ക് തമ്മിലുള്ള 8% ടാഗ് ടീം മാച്ച് ആണ്. ഇതൊരു സാധാരണ മാച്ച് അല്ല, ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ആയിട്ടാണ് നടത്തിയത്. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് മാച്ച് തന്നെ വേറെ ലെവലായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് എറിക് റോവൻ ഇവരെയെല്ലാം ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടും, എന്നാൽ ഒരവസരത്തിൽ ചാറ്റ് കേബിൾ ടീം ടേബിളിന്റെ മുകളിലേക്ക് എറിക് റോവനെയെല്ലാം എടുത്തടിക്കുന്നതായിട്ടും, അതുപോലെ നിക്കി ക്രോസ്, ഐവിൻ ലൈൻ ഇവരുടെ ഫൈറ്റ് നന്നായിട്ടുണ്ട്. ഇവര് ട്രഷ് ക്യാൻ അതുപോലെ തന്നെ കെൻഡോ സ്റ്റിക്ക് എല്ലാം വെച്ച് ഭയങ്കരമായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ചാറ്റ് കേബിളിന്റെ ടീം വിൻ ചെയ്യാൻ പോയെങ്കിലും സാധിച്ചില്ല. അവസാനം നിക്കി ക്രോസ് റിങ്ങിൽ കയറിക്കൊണ്ട് ചാറ്റ് കേബിളിനെ എടുത്തടിക്കുന്നതായിട്ടും, ശേഷം ഐവിൻ ലൈനിന് റിങ്ങിന് പുറത്ത് വെച്ച് ചെയറിന്റെ മുകളിലേക്കെല്ലാം ഒരു ഫിനിഷർ കൊടുത്തു. അതിനുശേഷം അങ്കിൾ ഹൗഡി കയറി ചാറ്റ് കേബിളിന് സിസ്റ്റർ അബിഗേൽ ഫിനിഷർ കൊടുത്തു. പിന്നീട് ഡസ്റ്റൻ ലൂമിൻസിനെ കൊണ്ട് ഫിനിഷറും ചെയ്യിപ്പിച്ച് ഈ മാച്ചിൽ ഫയർ 6 ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ അടിപൊളി മാച്ചായിരുന്നു. പിന്നീട് ജഡ്ജ്മെന്റുടെ ടീം, അതായത് ടാഗ് ടീം ചാമ്പ്യനായ ഫിൻ ബാലറിന്റെ സെഗ്മെന്റ്, അതായത് ഡാമിൻ പ്രീസ്റ്റ് ചാമ്പ്യനായതിനു ശേഷം ഒരു നല്ല ചാമ്പ്യനാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു തന്റെ പ്ലാൻ എന്നും, അതുപോലെ തന്നെ ഡാമിൻ പ്രീസ്റ്റിനേക്കാൾ മുൻപ് ഞാനായിരുന്നു ചാമ്പ്യൻ ആവേണ്ടത്, എന്നാൽ ഡാമിൻ പ്രീസ്റ്റ് മണി ഇൻ ദി ബാങ്ക് കൊണ്ടുവന്ന് എന്റെ ആ ഒരു അവസരങ്ങളെല്ലാം കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇവർക്കിടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകും. അവസാനം ഡാമിൻ പ്രീസ്റ്റ് അവിടെ വരുമ്പോൾ ഡാമിൻ പ്രീസ്റ്റിന് ഫിൻ ബാലർ ഒരു മാച്ചിന് വേണ്ടി ചാലഞ്ച് ചെയ്യും. പിന്നീട് ഡാമിൻ പ്രീസ്റ്റും ആ ഒരു മാച്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് തമ്മിൽ ഒക്ടോബർ 5-ാം തീയതി നടക്കാൻ പോകുന്ന ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ ഒരു സിംഗിൾസ് മാച്ച് കൺഫേം ചെയ്തു. എന്നിട്ട് ഫിൻ ബാലറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാമിൻ പ്രീസ്റ്റ് റിങ്ങിൽ കയറി ഫിൻ ബാലറിനെ അറ്റാക്ക് ചെയ്തു. എന്നാൽ JD മെക്ഡാനിക്, കാർലിറ്റോ, ഡൊമിനിക് മിസ്റ്റീരിയോ ഇവരെല്ലാം വന്നു. ഇവരെയെല്ലാം പ്രീസ്റ്റ് അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോയെങ്കിലും അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പിന്നീട് അവിടെ റിയ റിപ്ലി സേവ് ചെയ്യാൻ വരുമ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ റിയ റിപ്ലിയെ തടഞ്ഞ് ലിവ് മോർഗനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കും. എന്നാൽ അത് മനസ്സിലാക്കിയ റിയ റിപ്ലി വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് ലിവ് മോർഗനെ അറ്റാക്ക് ചെയ്തു. അതുപോലെ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോനെയും അറ്റാക്ക് ചെയ്തു. പിന്നീട് ഡാമിൻ പ്രീസ്റ്റിനെ സേവ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ലിവ് മോർഗൻ ഭയങ്കരമായിട്ട് ആ വാക്കിംഗ് സ്റ്റിക്ക് എല്ലാം വെച്ച് റിയ റിപ്ലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവസാനം ഡൊമിനിക് മിസ്റ്റീരിയോയും വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് ഡാമിൻ പ്രീസ്റ്റിനെയും അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. പിന്നീട് ഫാൻസ് അവിടെ ഇരുന്ന് ജെയ്യൂസോയുടെ പേര്, അതായത് ഈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ജെയ്യൂസോ അവസാനം ഒരു ചെയറുമായി വന്ന് ഇവരെ സേവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ലീവ് മോർഗൻ വേഴ്സസ് റിയ റിപ്ലി ഇവർക്ക് തമ്മിൽ വുമൻസ് ചാമ്പ്യൻഷിപ്പും ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ പല ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിലായിട്ട് ഇന്നത്തെ ഫാറ്റൽ 4-way മാച്ച് ഉള്ളതുകൊണ്ട് IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കർ ആ മാച്ചിൽ മത്സരിക്കുന്ന റെസ്ലേഴ്സിന്റെ അടുത്തെല്ലാം പോയിട്ട് 1-2 ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്ന് പറയാൻ ടൈമില്ല, അതുകൊണ്ട് അതെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്യും. പിന്നീട് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്, വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻസായ ജെഡ് കാർഗിൽ ആൻഡ് ബിയാങ്ക ബെലർ വേഴ്സസ് ആൽബ ഫയർ ആൻഡ് ഐല ഡോൺ. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, മാച്ച് വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ ജെഡ് കാർഗിൽ ആൻഡ് ബിയാങ്ക ബെലർ ഇവർ തന്നെയാണ് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. പിന്നീട് NWO ജഡ്ജ്മെന്റ് ഇവർക്ക് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വെച്ച് 2 മാച്ച് കൺഫേം ചെയ്തു. ഒന്നാമത്തെ മാച്ച് ഡ്രാഗൺ ലീ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ, രണ്ടാമത്തെ മാച്ച് റോയ് മിസ്റ്റീരിയോ വേഴ്സസ് ഫിൻ ബാലർ. പിന്നീട് WWE ലെജൻഡ് റെസ്ലറായ ബ്രെറ്റ് ഹാർട്ടിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഫാൻസുമായി സംസാരിച്ച് സർവൈവൽ സീരീസ് വാർ ഗെയിമിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് സർവൈവൽ സീരീസ് വാർ ഗെയിമിന്റെ ടിക്കറ്റ് ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ അവൈലബിൾ ആണ് എന്നൊക്കെയാണ് ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അങ്ങനെ ഫാൻസുമായി സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ഗുന്തറോടെ വരുന്നതായിട്ടും, വന്നതിന് ശേഷം ഗന്തർ പറയുന്നത് തന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ഹീറോയാണ് ബ്രെറ്റ് ഹാർട്ട് എന്നും, എന്നാൽ അന്ന് വേണമെങ്കിൽ അങ്ങനെയായിരിക്കാം, എന്നാൽ ഇപ്പോൾ എല്ലാവരേക്കാൾ മികച്ചത് താനാണ് എന്നൊക്കെ ഗന്തർ ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെറ്റ് ഹാർട്ടിനെ കളിയാക്കുന്നത് പോലെയാണ് ഗന്തർ മൊത്തത്തിൽ ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ സാമി സെയിൻ വരുന്നതായിട്ടും, സാമി സെയിൻ വന്നതിന് ശേഷം ബ്രെറ്റ് ഹാർട്ട് എപ്പോഴും ഒരു ഹീറോയാണെന്നും, അത് തന്റെ മാത്രമല്ല റെസ്ലിംഗ് പഠിച്ചു വരുന്ന ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ നിന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചാലഞ്ച് ചെയ്തു, എന്നാൽ നീ ആ ചാലഞ്ചൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ പേടിച്ചു പോയി, ഇപ്പോഴും ഞാൻ നിന്നെ ചാലഞ്ച് ചെയ്യാണ് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഗന്തർ പ്ലേറ്റ് മാറ്റിക്കൊണ്ട് ബ്രെറ്റ് ഹാർട്ടിനെ കളിയാക്കി അവിടെ നിന്നും പോകാൻ നോക്കും. എന്നാൽ ബ്രെറ്റ് ഹാർട്ട് മൈക്ക് വാങ്ങിച്ചുകൊണ്ട് ഗന്തർ ഒരു ഭീരുവാണെന്നും അല്ലെങ്കിൽ പേടിച്ച് പിന്മാറി പോകുന്നവനാണ് ഈ ഒരു ലെവലിലെല്ലാം പറയുമ്പോൾ ഗന്തർ ചാമ്പ്യൻഷിപ്പ് എല്ലാം താഴെ വെച്ചുകൊണ്ട് റിങ്ങിൽ കയറി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്യും. എന്നാൽ സാമി സൈൻ റിങ്ങിന് പുറത്തിറങ്ങി ഗന്തറിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ റെഫറിമാരെല്ലാം വന്ന് പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതായിട്ട് കാണിച്ചിരുന്നു. ശേഷം സാമി സൈനും ബ്രെറ്റ് ഹാർട്ടും ചേർന്ന്
റിംഗിൽ സെലിബ്രേറ്റ് ചെയ്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് പീറ്റ് ഡാൻ IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കറുമായിട്ട് ഒരു സെഗ്മെന്റ് ചെയ്തു. അതേസമയം ഷെയ്മസ് വന്നുകൊണ്ട് പീറ്റ് ഡാനെ അറ്റാക്ക് ചെയ്യുന്നതായി ശേഷം റെഫറിമാരെല്ലാം വന്ന് പിടിച്ചു മാറ്റി പോകുന്നതായിട്ടും കാണിച്ചിരുന്നു. പിന്നീട് ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് ഡ്രാഗൺ ലീ. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ എപ്പോഴത്തെയും പോലെ ലിവ് മോർഗൻ ചീറ്റ് ചെയ്ത് ഈ മാച്ചിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ആണ് വിൻ ചെയ്തത്. പിന്നീട് 6 വുമൺ ടാഗ് ടീം മാച്ച് നടന്നു. സോണിയ ഡിവൽ, ഷൈന ബേസ്ലർ, സോയി സ്റ്റാർക്ക് വേഴ്സസ് സെലീന വേഗ, ലൈറ വാൽക്കീരിയ. അപ്പോൾ ഇവര് മാച്ചിന് വരുമ്പോൾ സോണിയ ഡിവൽ ടീം കളിയാക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ അടുത്ത പാർട്ട്ണർ ആരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു പാർട്ട്ണർ ആരാണ് എന്നുള്ളത് നമ്മൾക്ക് ഇന്നത്തെ റോ എപ്പിസോഡ് ലൈവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അത് മറ്റാരുമായിരുന്നില്ല, നറ്റാലിയ ആയിരുന്നു. നറ്റാലിയ വന്നതിന് ശേഷം ഈ മാച്ചെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഈ മാച്ചും അത്യാവശ്യം നന്നായിട്ടാണ് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ 3 പേരും ഒരേ സമയം സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ മാച്ച് വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് ഡ്രൂ മാക്കൻഡയറിന്റെ സെഗ്മെന്റ്. ഡ്രൂ മാക്കൻഡയർ വന്നതിന് ശേഷം CM പങ്കുമായി പോയിട്ടുള്ള പ്രശ്നത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അതായത് ചാമ്പ്യൻഷിപ്പിന്റെ അവസരങ്ങൾ കളഞ്ഞത്, സമ്മർസ്ലാം മാച്ച് വിൻ ചെയ്തത്, പിന്നീട് ബാഷിൻ ബെർലില് CM പങ്ക് വിൻ ചെയ്തത് റിങ്ങിന്റെ 4 മൂലകൾ ടച്ച് ചെയ്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അവസാനം തന്റെ ഫ്രണ്ടായ വെയ്ഡ് ബാരറ്റിന്റെ അടുത്ത് പോയിട്ട് മാക്കൻഡയർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നീട് വെയ്ഡ് ബാരറ്റും ഹെഡ്സെറ്റ് എല്ലാം ഊരി വെച്ച് എതിർക്കാൻ നിൽക്കുന്ന സമയത്ത് ആഡം പിയേഴ്സ് അവിടെ വന്നുകൊണ്ട് പിന്നീട് CM പങ്കുമായി താൻ സംസാരിച്ചു എന്നും CM പങ്ക് മറ്റൊരു മത്സരത്തിന് തയ്യാറാണെന്നും ആഡം പിയേഴ്സ് പറഞ്ഞു ഡ്രൂ മാക്കൻഡയറുമായിട്ട്. അപ്പോൾ ഡ്രൂ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ആ ഒരു കോൺട്രാക്ട് അവന്റെ മരണ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യുന്നത് പോലെയായിരിക്കും എന്നാണ്. പിന്നീട് ഇവർക്ക് തമ്മിൽ ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ ഒരു ഹെൽ ഇൻ എ സെൽ മാച്ചാണ് ആഡം പിയേഴ്സ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി കുറച്ച് നാളുകൾക്ക് മുൻപേ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ മാച്ച് വന്നിട്ടുള്ളത്, ഹെൽ ഇൻ എ സെൽ മാച്ചായിട്ട്. പിന്നീട് റെയ് മിസ്റ്റീരിയോ ടാഗ് ടീം ചാമ്പ്യനായ ഫിൻ ബാലർ, ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ ഈ മാച്ച് അധികം മുന്നോട്ട് പോയില്ല. അതായത് ഫിൻ ബാലർ റെയ് മിസ്റ്റീരിയോനെ സെക്കൻഡ് റോപ്പിലെല്ലാം വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്ത് അങ്ങനെ തന്നെ ലോക്കെല്ലാം ചെയ്യും. അതേസമയം റെഫറി കൗണ്ട് ഡൗൺ ചെയ്യുമ്പോൾ ഫിൻ ബാലർ ആ ഒരു ലോക്കെല്ലാം റിലീസ് ചെയ്യില്ല. പിന്നീട് റെഫറി മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് ആ മാച്ചിൽ റെയ് മിസ്റ്റീരിയോ വിൻ ചെയ്തു എന്ന് പറയും. ശേഷം റിംഗ് സൈഡിൽ നിന്ന് റെയ് മിസ്റ്റീരിയോയുടെ റിംഗ് പോസ്റ്റിലേക്ക് ഒരു റണ്ണിങ് ഫിൻ ബാലർ ചെയ്ത് അറ്റാക്ക് ചെയ്തു. പിന്നീട് റെഫറിമാരെല്ലാം ഒന്ന് പിടിച്ചു മാറ്റിയെങ്കിലും മറ്റൊരു ഡ്രോപ്പ് കിക്ക് ചെയ്തു റെയ് മിസ്റ്റീരിയോനെ LED ബോർഡിന്റെ മുകളിലേക്ക് ചവിട്ടിയിട്ടു. പിന്നീട് ഫാറ്റൽ 4-way IC ചാമ്പ്യൻഷിപ്പ് നമ്പർ 1 കണ്ടൻഡർ മാച്ച്. ഈ മാച്ച് നടന്നത് പീറ്റ് ഡാൻ, ഇല്യ ഡ്രാഗനോവ്, ബ്രോൺ സ്ട്രോമൻ, ജയ് ഉസോ ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. 4 പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ജയ് ഉസോ ഇല്യ ഡ്രാഗനോവിനെ സ്പിയർ ചെയ്ത് പിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് പീറ്റ് ഡാൻ കയറി ജയ് ഉസോനെ റിങ്ങിന് പുറത്തേക്ക് ഇട്ടു. പിന്നീട് പീറ്റ് ഡാൻ പിൻ ചെയ്തു എങ്കിലും ഡ്രാഗനോവ് അത് കിക്കൗട്ട് ചെയ്തു. അതുപോലെ തന്നെ ബ്രോൺ സ്ട്രോമനെ ഇവര് സ്റ്റെപ്പിന്റെ മുകളിലേക്കെല്ലാം ഇവരെല്ലാം ചേർന്നുകൊണ്ട് വലിച്ചെറിയുന്നതായിട്ട് കാണിച്ചിരുന്നു. പിന്നീട് ബ്രോൺ സ്ട്രോമൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്ത് കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് എടുത്തടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ ബ്രോൺസൺ റീഡ് അവിടെ വന്നുകൊണ്ട് ബ്രോൺ സ്ട്രോമന്റെ മേലേക്ക് ജമ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കമന്ററി ടേബിൾ മൊത്തത്തിൽ പൊട്ടിച്ചുകൊണ്ട് ബ്രോൺ സ്ട്രോമന്റെ ഈ ഒരു അവസരം കളഞ്ഞുകൊണ്ട് ബ്രോൺസൺ റീഡ് അവിടെ നിന്നും പോകും. അവസാനം ജയ് ഉസോ പീറ്റ് ഡാനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ജയ് ഉസോയാണ് വിൻ ചെയ്ത് IC ചാമ്പ്യൻഷിപ്പ് നമ്പർ 1 കണ്ടൻഡർ ആയത്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ് മാച്ചും മരണമാസ് മാച്ചായിരുന്നു. പിന്നെ ചില സെഗ്മെന്റ് എല്ലാം നന്നായിട്ടാണ് തോന്നിയത്. എന്നാലും ഇന്നത്തെ റോ എപ്പിസോഡ് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല. അതായത് ഒരു മോശം ഷോ എന്നല്ല, നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. എന്നാലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ള പോലെ തോന്നിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ് മാച്ചും എൻഡിങ് മാച്ചും വേറെ ലെവലാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്തിരി തിരക്കുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്തിട്ടുള്ളത്.